കർണാടകയിലെ ബൈലകുപ്പെ എന്ന് പറയുന്ന സ്ഥലത്തെ ഗോൾഡൻ ടെമ്പിളിലാണ് നമ്മളിന്ന് വന്നിട്ടുള്ളത്. ശരിക്കും ഈ ഗോൾഡൻ ടെമ്പിളിൽ പോയതിന് ശേഷമാണ് ഞാൻ ഇവരെക്കുറിച്ചുള്ള ഹിസ്റ്ററി, ഈ ബുദ്ധന്മാരെ കുറിച്ചുള്ള ഹിസ്റ്ററി ഞാൻ സെർച്ച് ചെയ്യാൻ തുടങ്ങിയത്. അപ്പോൾ അതിൽ നിന്ന് അറിയാൻ പറ്റിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 1950 ചൈനക്കാർ ടിബറ്റ് കീഴടക്കിയ സമയത്ത് അവർക്ക് അവരുടേതായ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒന്നും ചെയ്യാൻ പറ്റാണ്ട് സ്വന്തം നാടും വീടും ഒക്കെ ഉപേക്ഷിച്ച് പല സ്ഥലത്തേക്കായിട്ട് പലായനം ചെയ്യേണ്ടി വന്നു. അങ്ങനെ അന്ന് നാട് വിടേണ്ടി വന്നവരിൽ കാൽനടയായിട്ടും കുതിരപ്പുറത്തുമായിട്ടും ഒക്കെ നമ്മുടെ ഹിമാലയം വഴി ഇന്ത്യയിൽ കർണാടകത്തിലെ ബൈലകുപ്പെ എന്ന് പറയുന്ന സ്ഥലത്ത് വന്ന് സെറ്റിലായവരാണ് ഈ ബുദ്ധന്മാർ. സാധാരണ ഇവിടുത്തെ വിസിറ്റിംഗ് ടൈം രാവിലെ 7 മണി മുതൽ വൈകിട്ട് 6 മണി വരെയാണ്. ചില ദിവസങ്ങളിൽ പ്രത്യേക തരം പ്രാർത്ഥനകളും ആഘോഷങ്ങളും ഒക്കെ ഉണ്ടാവാറുണ്ട്. ആ ദിവസങ്ങളിൽ രാത്രി വരെ വിസിറ്റേഴ്സിന് അലൗഡാണ്. ഇതിൻ്റെ കോമ്പൗണ്ടിൻ്റെ ഉള്ളിൽ തന്നെ 3-4 ടെമ്പിളുണ്ട്. അതിൽ മെയിനായിട്ടുള്ള ടെമ്പിളാണിത്. ഇതിൽ ഈ 3 സ്റ്റാച്ചുവും ഗോൾഡനാണെന്നാണ് പറയണത്. ഇതിൻ്റെ നടുവിലിരിക്കുന്നതാണ് ശ്രീബുദ്ധൻ. മറ്റേ 2 പേര് ആരാന്ന് എനിക്കറിയില്ല. പിന്നെ ഇതിൻ്റെ ഉള്ളിലാണ് മെയിനായിട്ടുള്ള എല്ലാ പ്രാർത്ഥനകളും. അതൊരു എല്ലാ ദിവസങ്ങളിലും ഉണ്ടാവില്ല, പ്രത്യേക ദിവസങ്ങളിൽ മാത്രമേ ഇതിൽ പ്രാർത്ഥനകളൊക്കെ ഉണ്ടാവുള്ളൂ. അതൊരു കാണാനായിട്ട് നല്ല രസമാണ്. ഞങ്ങൾ പോയ ദിവസം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ 6 മണിക്ക് പ്രെയർ ഉണ്ട് എന്ന് അറിഞ്ഞിട്ടാണ് ഞങ്ങൾ പോയത്. പക്ഷേ അന്ന് അവിടെ എന്തോ വേറൊരു പ്രോഗ്രാം കാരണം അതുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഞങ്ങൾക്കത് കാണാൻ പറ്റിയില്ല. എനിക്കും അവിടെ പോയപ്പോൾ ഏത് മതക്കാരായിക്കോട്ടെ നമ്മളത് അവിടെ പോയി കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് ആ ഒരു വിഗ്രഹത്തിന് നമ്മൾ പ്രാർത്ഥിച്ചു പോകും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആർക്കൊരു ഉപദ്രവമില്ല, ഒരു മതങ്ങളെ റെസ്ട്രിക്റ്റ് ചെയ്യണില്ല, ആർക്ക് വേണമെങ്കിലും ചെല്ലുക. അങ്ങനെ ഒരു ഇത് കാണുമ്പോൾ ഭയങ്കര കാം ആൻഡ് ക്വയറ്റായിട്ട് നമുക്കത് എന്താ പറയുക, ഭയങ്കര ഒരു റെസ്പെക്റ്റും തോന്നും അവരുടെ അടുത്ത് കണ്ടാൽ. നമുക്ക് ഇനിയിപ്പോൾ ഏത് മതമാണെങ്കിലും എന്താണെങ്കിലും നമുക്കൊന്ന് പ്രാർത്ഥിച്ച് സമാധാനമായിട്ട് വരാൻ തോന്നും. 1959 ആണ് അവർ രാജ്യം വിട്ടിട്ട് ഇവിടെ വരുന്നത്. അപ്പോൾ അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റുവിനോട് ഇവർ ആവശ്യപ്പെട്ട് ഞങ്ങൾക്ക് കുറച്ച് തണവുള്ള ഒരു സ്ഥലം വേണം എന്ന് പറഞ്ഞപ്പോൾ ഈ ബൈലകുപ്പെ എന്ന് പറയുന്ന സ്ഥലം ഇവർക്ക് കൊടുത്തത് ജവഹർലാൽ നെഹ്റു ആണ്. ഇത് ലാമകൾ താമസിക്കുന്ന ഹോസ്റ്റലാണ്. അവർ ഇവിടെ തന്നെ താമസിച്ച് അങ്ങനെയാണ് പഠിക്കുന്നത്. 3 വർഷം അവരൊരു കോഴ്സ് അത് കംപ്ലീറ്റ് ചെയ്തിട്ട് അവിടെ തന്നെ അവർക്ക് ടീച്ചറായിട്ട് വർക്ക് ചെയ്യുക. അപ്പോൾ ഞാൻ അവരുടെ അടുത്ത് നമ്മൾ ഒരുമിച്ച് ഒരു വീഡിയോ എടുക്കാൻ വേണ്ടി നടക്കാൻ പറഞ്ഞു. കുറച്ച് നേരം നടന്നപ്പോൾ അവർക്ക് ഭയങ്കര ചമ്മലായി. അതാണ് അവർ ചിരിച്ച് മറ്റേ സൈഡിലേക്ക് നീങ്ങിപ്പോയത്. പിന്നെ ലാമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ വിശ്വാസപ്രകാരം അവർക്ക് ആദ്യമായിട്ട് ഉണ്ടാവുന്ന കുട്ടീനെ ഈ ബുദ്ധ സന്യാസത്തേക്ക് സമർപ്പിക്കുക എന്നാണ് അതിൻ്റെ അവരുടെ വിശ്വാസം. ഈ ഗോൾഡൻ ടെമ്പിളും അതിൻ്റെ പരിസരം കോമ്പൗണ്ടും ഒക്കെ ഇവർ തന്നെയാണ് ക്ലീൻ ആൻഡ് നീറ്റാക്കി വെക്കുക. എല്ലാ പണികളും ഇവർ തന്നെയാണ് ചെയ്യണത്. ഇതിൻ്റെ ഗാർഡനും എല്ലാതും മെയിൻറ്റെയിൻ ചെയ്യണതും ക്ലീൻ ആൻഡ് നീറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിരിക്കാൻ വയ്യ. നല്ല അടിപൊളി, നല്ല ക്ലീനുമാണ്, നല്ല ഭംഗിയിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ട്.
മെയിനായിട്ടുള്ള ടെമ്പിളിൻ്റെ സൈഡ് വ്യൂ ആണിത്. നല്ല ഭംഗിയാണ് കാണാനായിട്ട്. ಇವನ್ ಟೂರಿ ಕರ್ಕೊಂಡ್ ನಮ್ಮ ಫೋಟೋ ಹೊಡ್ಕೊಂಡು ಹಾಕೋದು